തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥാ. അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ ആദരങ്ങളെന്തിനു നാഥാ. ഈ ജീവിതമെന്തിനു നാഥാ. അപ്പം ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട്, 4 വരെ പാടിയിട്ടുള്ളൂ. അപ്പോൾ ഈ പാട്ട് നിങ്ങൾക്ക് ഒരുപാട് കേട്ടിട്ടുള്ളതാണ് പാട്ട്. ആ പാട്ടിൽ കുറേ അർത്ഥങ്ങളുണ്ട് ഇല്ലേ? അർത്ഥങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നാവ് എന്തിനാണ്? തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥാ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അവയവമാണ് നാവ് അല്ലേ? നാവ് കൊണ്ട് നല്ലത് പറയാം, പൊട്ട പറയാം. നാവുണ്ടായി കഴിഞ്ഞാൽ ഒരു ലോകം മുഴുവൻ വേണമെങ്കിൽ നമുക്ക് നശിക്കാനുള്ള ഇതുണ്ട്. ആ ഒരു ലോകം മുഴുവൻ നേടാനും ഈ നാവ് തന്നെ മതി ഇല്ലേ? നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾ, നമ്മൾ പറയുന്ന ഓരോ നാവിലൂടെയാണ് നമ്മൾ ഓരോ പ്രവൃത്തികൾക്ക് കൂടുതലും വരിക. എന്നുവെച്ചാൽ ആ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പറയുന്നത്, അതുമാതിരി നമ്മളെക്കുറിച്ച് വേറെ വ്യക്തി പറയുമ്പോൾ അതിന് മറുപടി നമ്മൾ പറയണത്, എനിക്ക് പല ബുദ്ധിമുട്ടുകളും ഈ നാവ് മൂലം ഉണ്ടാവില്ല. പിന്നെ നാവിനെക്കുറിച്ച് പിന്നെ വേറെ ഒന്ന് പറയാനുള്ളത്, നല്ല ഗാനങ്ങൾ നമുക്ക് പാടി നമുക്ക് മറ്റുള്ളവരെ രസിപ്പിക്കാനും, ഒരു പരിപാടി ഒരു ആഘോഷം നടക്കുമ്പോൾ അവിടെ ഒരു പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ നല്ല ആഘോഷം ഉണ്ടാവില്ലേ ഇല്ലേ? അതുമാതിരി നമ്മളൊരു പാട്ട് പാടി നമ്മൾ കുറേ ചിന്തകളിലേക്ക് കടന്നു പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരു പാട്ട് കേട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ ആ ചിന്തകളിൽ നിന്നെല്ലാം മാറി നല്ലൊരു ചിന്തയിലേക്ക് കിടക്കും. അപ്പോൾ ആ പാട്ടിൻ്റെ അർത്ഥം നോക്കിയിട്ടും നമ്മൾ ആ പാട്ട് പാടി നോക്കി നല്ല മനോഹരമായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ദൈവം തന്ന നാവ് നല്ലതിനായിട്ട് ഉപയോഗിക്കും നമ്മൾ. ചിലപ്പോൾ ചെറിയ ഒരു കാര്യവും നമുക്ക് പറയാനുണ്ടെങ്കിലും, അല്ലെങ്കിൽ 4 വരി പാട്ടം നമുക്ക് അവർക്ക് പാടി കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ആ പാട്ട് പാടി കൊടുക്കുക, അതുമാതിരി നല്ല പ്രവൃത്തി ചെയ്യുക, നാവ് കൊണ്ട് നല്ല പ്രവർത്തിക്കുക. ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു കേട്ടോ.